ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുദേവനെ ദൈവതുല്യം കരുതിയിരുന്ന ഒരു ഭക്തൻ വൈക്കത്തുണ്ടായിരുന്നു. ഗുരുദേവൻ്റെ മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാൾ കണ്ടുപിടിച്ച ഒരു മാർഗം വിചിത്രമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാവിലെ കുളിച്ച് ഭസ്മം ധരിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ച് ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭവനത്തിൽ വന്ന് വീടിൻ്റെ സമീപത്തായി വൃത്താകൃതിയിൽ ഒരു കുഴിയുണ്ടാക്കി. ആ കുഴിയിൽ വെള്ളം തളിച്ച് ഓം നമോ നാരായണായ എന്ന് ഉച്ചരിച്ചുകൊണ്ട് പുഷ്പങ്ങൾ തൂകി അതിനുശേഷം ഒരു നല്ല പടറ്റിവാഴക്കണ്ണ് നട്ടു. നിത്യവും അതിനെ നാരായണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വെള്ളവും വളവും നൽകി. സ്വന്തം സന്താനത്തെ പോലെ ശുശ്രൂഷ നൽകി വളർത്തി. ഈ വാഴ വളർന്ന് കുലച്ച് കുല പഴുത്ത് പാകമാകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വരും എന്ന് അദ്ദേഹം പലപ്പോഴും നാട്ടുകാരോടും പറയുമായിരുന്നു. അയാൾക്ക് തലയ്ക്ക് സുഖമില്ല. ഇയാൾ ഇവിടെ വാഴ നട്ട് വളർത്തുന്ന വിവരം ഗുരുദേവൻ എങ്ങനെ അറിയും എന്ന് നാട്ടുകാരും പറയുമായിരുന്നു. വാഴ വളർന്നു കുലച്ചു, നല്ല ഒരു കുല. അയാൾ അത് ചാക്കിൽ കെട്ടിവച്ച് പഴുപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നെയ്യാറ്റിൻകര കടൽ തീരത്ത് വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവൻ അനുചരന്മാരോട് പറഞ്ഞു, നമുക്ക് നല്ല വിശപ്പ് തോന്നുന്നു, എന്നാൽ ഒന്നും ഭക്ഷിക്കണമെന്ന് തോന്നുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ അന്ന് തങ്ങിയതിന് ശേഷം തുടർന്ന് 2 നാൾ യാത്ര ചെയ്ത് പരവൂര് ശിവക്ഷേത്ര സന്നിധിയിൽ എത്തി. അപ്പോൾ സമയം ഏകദേശം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. ഗുരുദേവൻ വന്നത് അറിഞ്ഞ് ക്ഷേത്രഭാരവാഹികൾ അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾക്കായി ശ്രമം തുടങ്ങി. അപ്പോൾ ഗുരുദേവൻ അവരോട്, ഇവിടെ എങ്ങാനും പടറ്റിപ്പഴം കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പടറ്റിപ്പഴവും വെച്ച് ഗുരുദേവനെ കാത്തിരിക്കുന്ന ഒരു ഭക്തന്റെ കാര്യം പറഞ്ഞു. ഇത് കേട്ട ഗുരുദേവൻ ഉടനെ, എന്നാൽ അവനോട് ഇങ്ങു കൊണ്ടുവരാൻ പറയൂ, ഭക്തന്റെ ഭവനവും ക്ഷേത്രവും എനിക്ക് ഒരുപോലെയാണ് എന്ന് പറഞ്ഞു. ഉടനെ അവർ ഭക്തന്റെ വീട്ടിലെത്തി ഗുരുദേവൻ പറഞ്ഞ കാര്യം അറിയിച്ചു. ഭക്തന് അപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞ് അറിയിക്കാവതല്ല. അയാൾ പഴക്കുലയുമായി ക്ഷേത്രത്തിലെത്തി. അത് ഗുരുദേവന് സമർപ്പിച്ച് പാദങ്ങളിൽ നമസ്കരിച്ചു. ഗുരുദേവൻ അതിൽ നിന്ന് ഒരു പഴം എടുത്ത് പകുതി ഭാഗം തൊലിയോടുകൂടി ഭക്ഷിച്ചു. ബാക്കി ഭാഗം പ്രസാദം എന്ന പോലെ ഭക്തന് നൽകി. ഇത്രയും മധുരമുള്ള ഒരു പഴം ഞാൻ ഇതിനു മുമ്പ് ഭക്ഷിച്ചിട്ടില്ല. പഴത്തിൻ്റെ തൊലിക്കാണ് അധികം മധുരം എന്ന് പറഞ്ഞ് സ്വാമി അവിടെ നിന്നവർക്കെല്ലാം പഴം വിതരണം ചെയ്തു. എല്ലാവരും തൊലിയോടുകൂടി തന്നെ പഴം ഭക്ഷിക്കുകയും ചെയ്തു. നമസ്കാരം.